മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ഭിന്നിപ്പില്ലെന്ന ലീഗ് നേതാക്കളുടെ വാദം തെറ്റ്. ലീഗ് നേതാക്കൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്ത ലീഗിന്റെ പോഷക സംഘടനയാണ് എന്നുള്ള ഒരു നിലക്കായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ആ നില സംസാരിച്ച് പോറാറും ഉണ്ടായിരുന്നു. ജനങ്ങളിലൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറയും, മുസ്ലിം ലീഗിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ എന്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളത് വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാർ. ദീപക് ധർമ്മടൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, ഏറെ നാളായി പുകയുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് പലപ്പോഴായി പുറത്തു വന്നതാണ് ഈ ഭിന്നിപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഇത്തരം ഒരു പ്രസ്താവന അത് നിർണായകവും സ്വാധീനിക്കുന്നതുമായിരിക്കില്ലേ? ഗോകുൽ, ഇതിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തുന്നത്. ഒന്ന്, ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുകൂടി പറയുന്നു. ഇതിൽ നമ്മുടെ ആ ബൈറ്റിൻ്റെ പൂർണ്ണ ഭാഗത്തിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഗുരുതരമായ 2-3 കാര്യങ്ങളാണ്, വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയ്ക്കെതിരായി ലീഗ് നേതൃത്വം പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, ലീഗ് തിരുത്താൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഭിന്നതയില്ലെന്ന് പറഞ്ഞാലും അണികൾക്കിടയിൽ, സമസ്ത അണികൾക്കിടയിൽ ലീഗിനോട് വെറുപ്പുണ്ടാകുന്നു, തിരുത്താൻ തയ്യാറാകണമെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അതിരൂക്ഷ വിമർശനത്തിലേക്ക് കടന്നത് കഴിഞ്ഞ ദിവസം സമസ്ത മുഖപത്രം പൊന്നാനിയിൽ കത്തിച്ചു. സുപ്രഭാതം കത്തിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇടതുമുന്നണിയുടെ പരസ്യം നൽകാൻ അത് നയപരമായി നേരത്തെ ഹൈദരലി തങ്ങളുള്ള കാലം മുതൽ എടുത്ത തീരുമാനമായിരുന്നു സമസ്തയുടേത്. സുപ്രഭാതത്തിൻ്റെ നിലപാടായിരുന്നു. ആ നിലപാടിൽ അനുസരിച്ച് ഇടതുമുന്നണിയുടെ പരസ്യം നൽകിയതിന് അത് UDF-ൻ്റെയും പരസ്യം നൽകും. ഈ പരസ്യം നൽകിയതിൻ്റെ പേരിൽ പത്രം കത്തിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെ കൃത്യമായി കടന്നാക്രമിക്കുന്നുണ്ട്. ലീഗ് ജനറൽ സെക്രട്ടറി സമസ്തയ്ക്കെതിരെ എന്തും പറയും എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഇതൊന്നും കൃത്യമായി നിയന്ത്രിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുന്നില്ല. മാറ്റേണ്ടവരെ മാറ്റണം, തിരുത്തേണ്ടത് തിരുത്തണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ലാപ്പ് പ്രചരണ വേളയിൽ ഇത്തരത്തിൽ ഒരു പരാമർശത്തിന് തയ്യാറാകുന്നത് സമസ്തയ്ക്ക് വലിയ വോട്ട് ബാങ്ക് പ്രത്യേകിച്ചും മലബാറിലുണ്ട്. അത് പൊന്നാനി മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്നു. മാത്രമല്ല, പാലക്കാട് അതുപോലെ പല മണ്ഡലങ്ങളിലും നിർണായകമായ സ്വാധീനം സമസ്തയ്ക്കുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലീഗിനെതിരായ ഒരു വിമർശനത്തിന് തയ്യാറാകുമ്പോൾ അതിന് തിരഞ്ഞെടുപ്പിൽ പ്രത്യാഘാതം ഉണ്ടാകട്ടെ എന്ന ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു പരസ്യ പ്രതികരണം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഗോകുൽ, ശരി. ദീപക് ധർമ്മടനാണ് വിശദാംശങ്ങൾ നൽകിയതായാലും ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉന്നയിച്ചിരിക്കുന്നത്.